കേരള യുവജന കമ്മീഷൻ യൂത്ത് ഐക്കൺ ആൻഡ് യുവപ്രതിഭ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പുരസ്കാര ജേതാക്കൾക്ക് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പുരസ്കാരം സമ്മാനിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച യുവജനങ്ങൾക്കാണ് കമ്മീഷൻ പുരസ്കാരം നൽകുന്നത്. ഇന്ത്യക്കാകെ മാതൃകയായ പ്രസ്ഥാനമാണ് യുവജന കമ്മീഷൻ. തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മുന്നേറാൻ ചെറുപ്പക്കാർക്ക് കഴിയണം. സമൂഹത്തെപ്പറ്റി ചിന്തിക്കുന്നവരായിരിക്കണം പുതിയ തലമുറയെന്നും കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ക്യാമ്പസിൽ തന്നെ പരിപാടിയുടെ വേദിയാക്കിയതിൽ സന്തോഷമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇത്തവണ ഈ പരിപാടി സംഘടിപ്പിക്കാൻ തെരഞ്ഞെടുത്ത വേദിയെ സംബന്ധിച്ചും വളരെ സന്തോഷമുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിന്റെ ക്യാമ്പസിലാണ് ഏറ്റവും പഴക്കമുള്ള, നമ്മുടെ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു ക്യാമ്പസിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ആളുകളെ ഇവിടെ ക്ഷണിച്ച് അവർക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു വേദിയായി ഇത് എടുത്തു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഇതിനകത്ത് പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് യുവജനങ്ങളുടെ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ചും സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം അതെല്ലാം നേരിട്ട് കാണിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കലാസാഹിത്യ രംഗത്ത് മാത്രമല്ല, കായിക രംഗത്ത് മാത്രമല്ല, ഏറ്റവും മാതൃകാപരമായി വിവിധ മേഖലകളിലെ പ്രധാന വ്യക്തിത്വങ്ങളെ കണ്ടെത്തുന്നു എന്നുള്ളത് മാതൃകാപരമായ കാര്യമാണ്. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച യുവജനങ്ങൾക്കുള്ള പുരസ്കാരം മന്ത്രി വിതരണം ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഒരു യൂത്ത് ഐക്കൺ പുരസ്കാരം വാങ്ങുന്നത്. അഭിമാനിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പ്രഗത്ഭരായ വ്യക്തികളുടെ കൂടെ ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചസ് നേരിട്ട് ഈ ഒരു വിജയം കൈവരിച്ച ഒരുപാട് പേരുടെ കൂടെ ഈ അവാർഡ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട്. സംസ്ഥാനത്ത് ആദ്യമായാണ് യുവപ്രതിഭ പുരസ്കാരം വിതരണം ചെയ്യുന്നത്. പരിമിതികളെ അതിജീവിച്ച് സമൂഹത്തിൽ യുവതയ്ക്ക് പ്രചോദനമായ യുവജനങ്ങൾക്കാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ യുവപ്രതിഭ പുരസ്കാരം നൽകുന്നത്. കല, സാംസ്കാരികം, കായികം, സാഹിത്യം, കാർഷികം, വ്യവസായ സംരംഭകത്വം, മാധ്യമം തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും മാതൃകാപരമായ ഇടപെടലുകൾ നടത്തിയ യുവജനങ്ങളെയാണ് യൂത്ത് ഐക്കൺ അവാർഡിനായി തെരഞ്ഞെടുത്തത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.